എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഒരു മഹത്തായ മുഹൂർത്തം ഇന്ന് തുടങ്ങി. എന്താണെന്ന് അറിയോ? തുടരും എന്ന് പറയുന്ന സിനിമ ഇന്ന് രാവിലെ 10 മണിക്ക് റിലീസായി. ആദ്യം പറയട്ടെ, അതിമനോഹരമായ ഒരു സിനിമ, നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ട്രസിനെ നമുക്ക് തിരിച്ചു കിട്ടി. അതായത് മുണ്ടുടുത്ത ലാലേട്ടൻ. നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അതായത് നമ്മൾ പഴയ കാലത്ത് ചില സിനിമകൾ എടുത്തു നോക്കുക. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, അല്ലെ, അങ്ങനെ ചില സിനിമകളുണ്ട്. പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ പോകുന്ന സിനിമ. വേറെ ചില വിഭാഗത്തിലുള്ള സിനിമകളുണ്ട്. അതായത് പുലിമുരുകൻ, ദൃശ്യം, സ്ഫടികം എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഈ പറയുന്ന സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകതകളുണ്ട്. അപ്പം ഈ ആദ്യം പറഞ്ഞ സിനിമകളുണ്ടല്ലോ, വെള്ളാനകളുടെ നാട്, സന്മനസ്സുള്ള സമയം, അതിലെ ഒരു പകുതിയും ഈ ദൃശ്യം അല്ലെങ്കിൽ പുലിമുരുകൻ അല്ലെങ്കിൽ സ്ഫടികം അതിൻ്റെ ഒരു പകുതിയും കൂടി കൂട്ടിച്ചേർത്തല്ല എന്തായിരിക്കും സ്ഥിതി. അതായത് നിങ്ങളെല്ലാവരും തൃശ്ശൂർ പൂരം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പതിഞ്ഞ താളത്തിൽ ജില്ല ജില്ല, അപ്പൊ മറ്റൊരു ആര് പഠിച്ചിട്ട് പിന്നെ ഒരു പകുതിക്ക് എത്തുമ്പോൾ ജില്ല, അപ്പൊ പിന്നെ പെപ്പര. അതിനുശേഷം ഒരു മൂർധന്യത്തിൽ എത്തുമ്പോഴോ എല്ലാവരും കൂടി ജില്ല എന്ന് പറഞ്ഞിട്ട് കൊട്ടിയാണ്ട്, അപ്പൊ പതിഞ്ഞ താളത്തിൽ വന്നിട്ട് പിന്നെ ഒരു കയറ്റമാണിത്. ഇതുപോലെയാണ് തുടരും എന്ന സിനിമ. 2 മണിക്കൂർ 45 മിനിറ്റുമാണ് സിനിമ ഉള്ളത്. ഒരിക്കൽ പോലും ഒരു ലാഗും ഇല്ലാത്ത, ആ ഫുൾ ടൈമും നമ്മുടെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റിയ എല്ലാവിധ ഐറ്റംസും ഒരുക്കി വെച്ചിട്ടാണ് തരുൺ മൂർത്തി നമുക്ക് ഒരു സമ്മാനമായിട്ട് തന്നത്. തരുൺ മൂർത്തി ചേട്ടാ, നമസ്കാരം. ആ പഴയ ലാലേട്ടൻ തിരിച്ചു തന്നത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ, നല്ലൊരു സിനിമ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ നിങ്ങൾക്ക് നന്ദിയുണ്ട്. ആദ്യ പകുതി നമ്മൾ നോക്കിയാൽ, ആദ്യ പകുതിയല്ല, കുറച്ച് പടം തുടരുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഷൺമുഖൻ എന്ന് പറയുന്ന ആളാണ്, മോഹൻലാലിന്റെ പേര് ഷൺമുഖനാണ്, ഒരു കാർ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും കഥ പറഞ്ഞു പോകുന്നു. അതിനുശേഷമാണ് രണ്ടാം പകുതിയോട് അടുക്കുമ്പോഴാണ് ചില നാടകീയമായ രംഗങ്ങളും ത്രില്ലുമെല്ലാം ഈ സിനിമയിൽ വരുന്നത്. പിന്നെ അങ്ങോട്ട് കത്തിക്കയറുകയാണ് സിനിമ. മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ എല്ലാ ഇലമെന്റും ഇതിലടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കളിമണ്ണ് കൊണ്ട് നല്ല രൂപം മെയ്യുന്ന ഒരു ശില്പി, പക്ഷെ ആ രൂപം മെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ട്? അപ്പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകരെ കാണിക്കാനുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ആ രൂപം ഉണ്ടാക്കിയിട്ട് ആ പ്രേക്ഷകരെ കാണിക്കുമ്പോൾ ആ പ്രേക്ഷകർക്ക് അത് ഒരു സംതൃപ്തി നൽകുന്നത്. അതുപോലെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് ആക്ടറെ എല്ലാ രീതിയിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കാണ് തിരിച്ചു വെച്ച് കൊടുക്കുന്നത്. അപ്പോഴെന്തായിരിക്കും സ്ഥിതി? മോഹൻലാൽ എന്ന് പറയുന്ന ആ ആക്ടറുടെ ആരാധകരെ മാത്രമല്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ വിഭവങ്ങളും ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. കുറച്ചു നാളായിട്ട് ഒരു അമാനുഷികമായ കഴിവുകളുള്ള ഒരാളായിട്ട് വെള്ളിത്തിരയിൽ മോഹൻലാൽ വരുന്നത്. പക്ഷെ ഇതിലേക്ക് വന്നാലോ വെറും ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായിട്ട് മോഹൻലാൽ വരും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും പിന്നെ കുറച്ച് ചുറ്റുവട്ടത്തെ വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്. ബെൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ വിളിക്കുന്നത്. ഷൺമുഖം എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം തമിഴ്നാട്ടിലൊരു സണ്ട് മാസ്റ്റർ കീഴിൽ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചതായ ആളാണ്. മോഹൻലാല്, മമ്മൂട്ടി, നമ്മുടെ സുരേഷ് ഗോപി, അങ്ങനെ രജനികാന്ത് എല്ലാവർക്കും ഡൂപ്പായി അഭിനയിച്ചത്. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഇപ്പോൾ കുടുംബമായിട്ട് ഒതുങ്ങിക്കൂടി കഴിയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാറുണ്ട്, പഴയ ഒരു അംബാസഡർ കാർ, ബ്ലാക്ക് കാറാണ്. തൻ്റെ മക്കളെ പോലെയാണ് അദ്ദേഹം ആ കാറിനെ കൊണ്ടു നടക്കുന്നത്. ആ കാറ് ആരും എടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അത് മകൻ പോലും ആയാലും. കാറിനെ അനാവശ്യമായിട്ട് കാറിന്റെ മേത്ത് കാല് വെക്കുക, കാറിനെ അനാവശ്യമായിട്ട് അതിന്റെ പൊടിപടലങ്ങൾ വരുത്തുകയോ കേടുപാടുകൾ വരുത്തുകയോ ഒക്കെ ചെയ്യുന്നത് ആരായാലും അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. പക്ഷെ കാറിന്റെ ആ നമ്പർ നമ്മൾ ശ്രദ്ധിക്കണം, 4455. അപ്പൊ ഈ നമ്പർ നമുക്ക് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നില്ലേ, മൈ ഫോൺ നമ്പർ ഈസ് 2255. അപ്പൊ അതായിരിക്കും ഈ കാറിൽ 4455 എന്ന് തരുൺ മൂർത്തി ഇട്ടിരിക്കുക. അങ്ങനെ ചില എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പഴയകാല ചില സിനിമകളുടെ ചില കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറയില്ലേ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ, അത് ഇതിലുണ്ട്. പിന്നെ ഒരു മലങ്കൾട്ട് അങ്ങനെയുള്ള ചില വാക്കുകളും ഒക്കെ ഉണ്ട്. ചില സിനിമകളിലെ
ചില ഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കഥ അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് നമുക്ക് മുഴുവനായിട്ട് സാധിക്കില്ല, കാരണം നിങ്ങൾക്കതൊരു സ്പോയിലറായിട്ട് മാറും അത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കുടുംബസമേതം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണിത്. വളരെ സന്തോഷത്തോടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബം പോകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടാതെ ചില അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതോടുകൂടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ നിസ്സാരമായി നമുക്ക് തോന്നുന്ന ഒരു സംഭവം അത് പോകും തോറും പിരിമുറുക്കങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഒരു കെണി പോലെ ആണ് അദ്ദേഹത്തിന് അത് അനുഭവപ്പെടുക. അപ്പോൾ ആ കടിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഥ. ഇതിൽ മനോഹരമായ ചില രംഗങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി, എല്ലാ രംഗങ്ങളും നല്ലതാണ്, പക്ഷേ പെർട്ടിക്കുലറായിട്ട് ചില രംഗങ്ങൾ ഇഷ്ടപ്പെട്ട ചില രംഗങ്ങളുണ്ട് എനിക്ക്. അതായത് ഒരു പാട്ട് സീനിൽ നമുക്കറിയാം, ഈ ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്കൂൾ ട്രിപ്പൊക്കെ പോകാം. അപ്പോൾ ചില കുട്ടികൾ ഒക്കെ മടിയായിട്ട് സ്കൂളിൽ പോകേണ്ട സമയത്ത് ഒളിച്ചു മാറി നടക്കും. അപ്പോൾ അവരെ പിടിക്കാനായിട്ട് പോകുന്ന ചില രംഗങ്ങൾ വളരെ സിമ്പിളായിട്ട് രംഗമാണ്, പക്ഷെ അതിമനോഹരമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തത്. അടുത്തത് രംഗം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സംഭവം നടന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പക്ഷെ അത് വീട്ടിൽ പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം കുളിമുറിയിൽ പോയിട്ട് ഷവർ തുറന്നിട്ടിട്ട് അവിടെ കരയുന്ന ചില രംഗങ്ങളുണ്ട്. വളരെ തന്മയത്വം, നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല, ആരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന അതിമനോഹരമായ രംഗങ്ങളാണ്. പഴയ ആ മോഹൻലാലിൻ്റെ ആ രംഗങ്ങൾ, തനി പച്ചയായ മനുഷ്യൻ ആയിട്ടാണ് അതിൽ മോഹൻലാൽ വരുന്നത്. അപ്പോൾ അദ്ദേഹമായ കുളിമുറിയിലൊക്കെ വീഴുന്ന ചില രംഗങ്ങളുണ്ട്. വളരെ മനോഹരമായിട്ട് അത് തരുൺ ഗോപി നമുക്ക് വേണ്ടി ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ മോഹൻലാലിൻ്റെ ആ സമയത്തൊക്കെ അഭിനയം വളരെ ഭംഗിയായിട്ടുണ്ട്. അടുത്തത് ഒരു രംഗം എന്ന് വെച്ചാൽ, ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാണ് ചില കാര്യങ്ങൾ കൂടുതൽ. അതിനുശേഷം മുന്തിയ പോലീസുകാർ, നമ്മൾ ഉണ്ടായില്ല ലൂസിഫറിലൊക്കെ കണ്ടിട്ടില്ലേ, അദ്ദേഹത്തെ ജയിലിലിട്ട് തല്ലുന്ന സീൻ, അതുപോലെ ചില രംഗങ്ങൾ. അതായത് പുറത്തുനിന്ന് ചില പോലീസുകാരെ ഇറക്കുകയാണ് ഇദ്ദേഹത്തെ മർദ്ദിക്കാനും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അജാനുബാഹുമായ പോലീസുകാർ വരുന്നുണ്ട്. അങ്ങനെ അവർ 3-4 പേര് അദ്ദേഹത്തെ ഇട്ടിരിക്കുന്ന റൂമിലേക്ക് കയറുന്നു. പുറത്ത് കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, കുറെ നേരമായല്ല സൗണ്ടൊക്കെ കേൾക്കുന്നത്, ഇവരെന്താ വരാത്തതെന്ന്. അപ്പോൾ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, അജാനുബാഹുമായ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുമ്പോൾ ചില സൗണ്ടുകളൊക്കെ വരും, കുറേ സമയമൊക്കെ എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യൂ എന്നുള്ളത്. ഈ അജാനുബാഹുമായ ആളെന്ന് വെച്ചാൽ മോഹൻലാലിനോട് ഉദ്ദേശിച്ച് അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ആ ചില്ലുകൂട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോയ പോലീസുകാർ പുറത്തേക്ക് വരുന്നു, പുറത്തേക്ക് വീഴുകയാണ് ചില്ലുംകൂട്ടിൽ. അവിടെ നിന്ന് ആ ചില്ലുംകൂട്ടിലൂടെ മോഹൻലാൽ ചാടി വരുന്നൊരു സീനുണ്ട്. വളരെ മനോഹരമായ സീൻ. ഒരിക്കലും അത് ആ സീനൊക്കെ വരുമ്പോൾ കയ്യടിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, അത്രയും ഗംഭീരമായ പെർഫോമൻസ് ആണ് അങ്ങനത്തെ ചില സീനുകൾ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇതിൽ അഭിനയിച്ച വില്ലൻ പ്രകാശ് വർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് നമുക്ക് ചില വില്ലന്മാര് നഷ്ടപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമ. അതായത് NF വർഗീസ്, നരേന്ദ്രപ്രസാദ്, ഇവര് രണ്ടുപേരും മലയാളത്തിലെ ഒരു കിടിലൻ വില്ലന്മാരായിരുന്നു. ഇവര് ഇങ്ങനെ വാളും തോക്കും ഒന്നും എടുത്തിട്ടല്ല വരാം, പക്ഷെ ഇവരുടെ ആ പെർഫോമൻസും ഇതും അതുപോലെയാണ് ഇതിലത്തെ വില്ലൻ. പതിഞ്ഞ താളത്തിലാണ് അദ്ദേഹം വരുന്നത്. ആദ്യം മോഹൻലാലിന് സൗഹൃദപരമായൊക്കെ പെരുമാറിയിട്ട് പിന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ മുഖം, ഒരു ദ്വൈമുഖം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പ്രദർശിപ്പിക്കുക. മോഹൻലാലിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനാണ്. അദ്ദേഹത്തിന് ഇനിയും മലയാള സിനിമയിൽ ആ NF വർഗീസിന്റെയും നരേന്ദ്രപ്രസാദിന്റെയും ആ ഒഴിവുകൾ ഈ വില്ലൻ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആള് നികത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീണ്ട കാലയളവിന് ശേഷം എന്നെക്കുറിച്ച് എനിക്ക് അതിമനോഹരമായി തോന്നിയ ഒരു ചിത്രമാണ്. എൻ്റെ മനസ്സിന് പൂർണ്ണമായി സംതൃപ്തി നൽകിയ ഒരു ചിത്രമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കുടുംബസമേതം ഈ ചിത്രത്തിന് പോകാം. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സംവിധാനവും വളരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സൗണ്ട്, ആ കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ പ്രകമ്പനം കൊള്ളുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇത്രയുമാണ് ഈ നല്ല സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അതുകൂടാതെ വീണ്ടും താങ്ക്സ് പറയുകയാണ് തരുൺ മൂർത്തിക്ക്, പഴയ മോഹൻലാൽ നമുക്ക് തിരിച്ചു തന്നതിന്. അപ്പോൾ ഇന്നത്തെ തരുൺ മൂർത്തിയുടെ ഒരു ട്വീറ്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു അഭിമുഖം കണ്ടു. മോഹൻലാൽ
പഴയതുമില്ല പുതിയതുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തരുൺമൂർത്തി. കാരണം അദ്ദേഹത്തിന് അത് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് നല്ല വസ്തു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അദ്ദേഹം നല്ലതായിട്ട് നമുക്ക് തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു നല്ല വസ്തു കൊടുത്തു, അതുപോലെ നമുക്ക് നല്ല അഭിനയ പാഠം കാഴ്ചവെച്ച് നല്ലൊരു ദൃശ്യാനുഭവം നമുക്ക് കിട്ടി. 2 മണിക്കൂറും 45 മിനിറ്റും നമുക്ക് എൻഗേജ് ആയി ഇരിക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായ സിനിമ നമുക്ക് തന്നതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടും എല്ലാവരോടും എനിക്ക് പേഴ്സണലായിട്ട് നന്ദിയുണ്ട്. അപ്പോൾ ആ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അത്. അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.